ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4 റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരു മുട്ട തന്നെ ധാരാളമാണ്. അത് ജസ്റ്റ് ഒന്നൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഷുഗർ. അപ്പോൾ ഈ ഷുഗർ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു ലൈറ്റ് മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഒരു പഴമാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴവും നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ ഇതാ പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ പഴം ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് പോലെ ആക്കേണ്ടതില്ല. ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പീനട്ട് ബട്ടറിൽ നല്ല കടലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടും നമ്മൾക്ക് ഈ ഒരു സ്നാക്കിലേക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം കോൺഫ്ലെക്സ് ആണ്. 1 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. പൗഡർ പോലെ ആക്കണ്ട, തരി തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു പീനട്ടും പഴവും മിക്സാക്കിയ ആ ഒരു സ്പ്രെഡ് ഇതിൻ്റെ സൈഡിലേക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ആവാതെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ട്രയാങ്കിളായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ പുറത്തൊന്നും ആവാത്ത വിധത്തിൽ ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ കട്ടായിട്ട് നല്ല അടച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസെല്ലാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്ത് ഇതുപോലെ മുട്ടയിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്താക്കിയ ശേഷം കോൺഫ്ലെക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും എല്ലാ ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം സ്പൂൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈയൊന്നും മോശമാവാതെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കോൺഫ്ലെക്സ് എല്ലാ ഭാഗത്താക്കിയാൽ കൈ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഇളകിപ്പോകും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഇത് അതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗത്ത് നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗത്തും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടണ്ട, കരിഞ്ഞു പോവും. ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഗ്ര സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സർപ്രൈസ് പോലെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നല്ല ഇഷ്ടപ്പെടും അവർക്ക്. ഉള്ളിൽ നല്ലൊരു ജ്യൂസിയൊക്കെ ആയിട്ടുള്ളത് ആണ്. പുറമേക്ക് നല്ലൊരു ക്രിസ്പി. ഇവിടെ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടാണ് പുഴുങ്ങുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുട്ട പൊട്ടിയാലും പ്രശ്നമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു സവാളയാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതാ 2 പച്ചമുളക് എടുത്തിന് അത് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇനി 3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി എടുത്തിന് അതും നമുക്കത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഇനി ഇതാ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുടെ തോട് ഒന്ന് കളയാം. ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, മുട്ട കഴിക്കാത്ത ആൾക്കാർ പോലും കഴിക്കും. നമ്മളിതിൽ മുട്ട ചേർത്ത് എന്നുള്ളത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മളിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതിൽ മുട്ട ചേർത്തിനെന്നുള്ളത് പെട്ടെന്ന് കാണില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതാ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതാ വെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കണം. വെള്ളം കഴിയുന്നത്ര നമുക്ക് പിഴിയാൻ പറ്റിയെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ബ്രെഡെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മുട്ടയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി,
ഇനി ഇതാ സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം സവാള ഉണ്ട്. പിന്നെ ഇതാ കായത്തിൻ്റെ പൊടിയാണ്, അത് 2 പിഞ്ചോളം ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒറ്റമുളക് പൊടിച്ചെടുത്തതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് കൈ കൊണ്ട് മിക്സാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഒട്ടുന്ന പരുവത്തിലും കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്കൊന്ന് കുറച്ച് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടുന്നതുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിന്ന് കുറച്ചെടുത്ത് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം. ഞാനൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഒട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ, ഇതുപോലെ ലൂസിലുണ്ടാവില്ല. പിന്നെ അതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി റെഡിയാക്കിയിട്ടുണ്ട്, അതിലോട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഈ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്നുകൂടെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ഏതൊരു സ്നാക്കും നമ്മൾ എല്ലാം റെഡിയാക്കി കുറച്ച് സമയം മാറ്റി വെച്ച് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ റെഡിയാക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും, നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഷേപ്പും നല്ല രീതിയിലുണ്ടാവും. ഇനി നമുക്കിതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം നല്ല ബ്രൗൺ കളറായതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ നമ്മൾ തിരിച്ചിടാനോ നനക്കാനോ പാടില്ല, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് 2 ഭാഗവും നല്ല ക്രിസ്പിയായി നല്ല ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട കഴിക്കാത്ത ആൾക്കാർക്കും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ നിന്നല്ല, ഒരു ചെറിയൊരു സ്മെല്ല്. അപ്പോൾ ഇതാ ബ്രെഡ് കൊണ്ട് അടുത്തൊരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഉള്ളിൽ ഫില്ലിങ്ങിനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സവാളയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല, ഒന്നും വഴറ്റേണ്ടയും വേണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി മാറ്റി വെക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലോണം ലൂസാവണ്ട, കുറച്ച് തിക്കിൽ തന്നെയാണ് വേണ്ടത്. ഇനി ഇതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് കിട്ടണം, അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആവിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ നമുക്ക് ഈസിലി ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും. നമുക്ക് എത്രമാത്രം തിന്നായിട്ട് പരത്താൻ പറ്റുന്നോ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇത് ബ്രെഡ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്ന് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും, നല്ലൊരു ഷീറ്റ് പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ബ്രെഡ് ഇതുപോലെ 2 പ്രാവശ്യം പരത്തിയപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സോസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പിസ്സ സോസാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ കെച്ചപ്പ് ഉപയോഗിക്കാം. പിസ്സ സോസ് ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു സോസിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്, നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ട് പിൻ ചെയ്യാവേ. പിന്നെ നമുക്ക് ആവശ്യം ഇതിലേക്ക് മോസറല്ല ചീസാണ്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇടണം കേട്ടോ, അപ്പോഴാണ് നല്ല ആ ഒരു ജ്യൂസിയും നല്ല ടേസ്റ്റുമായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ആക്കി വെച്ച മൈദ ഇതിലേക്ക് പരത്തി കൊടുക്കാം. ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാതെ മൈദ തേച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്യാപ്പ് വന്നാൽ നമ്മൾ ഉള്ളിൽ വെച്ച ചീസൊക്കെ മെൽറ്റായിട്ട് ഓയിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ കടന്നാൽ പിന്നെ അതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. സൈഡെല്ലാം നല്ല രീതിയിൽ ഒട്ടിച്ച ശേഷം
ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പിസ്സ ഒക്കെ കഴിക്കുന്ന ആ ഒരു രുചി തന്നെ. അപ്പോൾ ഇതിൽ ചിക്കനൊക്കെ വെച്ചെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ നല്ല രുചിയാണ്. ഉള്ളിൽ നല്ലൊരു ജ്യൂസും പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് മെയിനായിട്ട് നമ്മളിതെല്ലാം സൈഡെല്ലാം നല്ല രീതിയിൽ ഒട്ടി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡെല്ലാം ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയിലേക്കൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലോട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയ ശേഷം നമുക്ക് ഓരോ സ്നാക്കും എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് റോൾ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഷേപ്പും ആക്കി കിട്ടും. പിന്നെ നമ്മുടെ ഒരു ബ്രെഡ് ക്രംസ് അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഒന്നും വേണ്ട, വഴറ്റണ്ട, ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉള്ളിൽ നല്ല ജ്യൂസിയും ക്രീമും ആയിട്ടുള്ള ഒരു സ്നാക്കും പിന്നെ പുറമേക്ക് നല്ല ക്രിസ്പിയാണ്. ഇനിയിപ്പോൾ ഇതാ നല്ലൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്, ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ട്. അപ്പോൾ ഇതാ പാനിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം ഷുഗർ സിറപ്പാണ്. അപ്പോൾ അരക്കപ്പ് ഷുഗറിലോട്ട് അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് റോസ് എസൻസാണ് ചേർക്കുന്നത്. 2 തുള്ളിയാണ് ചേർക്കുന്നത്, കൂടുതൽ ചേർക്കണ്ട. അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ചൂടൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതാ ഇത് കുറച്ച് ബ്രെഡാണ് ആവശ്യം. ബ്രെഡ് ഇതുപോലെ സൈഡെല്ലാം കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാനിലോട്ട് ഇതാ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടത്. നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ, നല്ല ഹാർഡായിട്ട് നിൽക്കുന്ന വരെ അങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടല്ലോ ബട്ടറിൽ ഫ്രൈ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസാണ് ഉണ്ടാക്കേണ്ടത്. പാൽ കൊണ്ടുള്ള ഒരു സോസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്, വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഇതിനാവശ്യം. നമ്മുടെ പാല് കട്ടിയാവാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കട്ടിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെ ഇതിലേക്ക് പാൽപ്പൊടി കൂടി ചേർക്കും. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള പാലാണ്, 2 ടേബിൾ സ്പൂൺ അത്രയാണ് ഞാൻ വറ്റിച്ചെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇനി ഈ പാലിലോട്ട് ഇതാ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്ത, ബദാം, റൈസൻസ്, ഈ 3 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നട്ട്സ് ഫുള്ളായിട്ട് ഇട്ടില്ല, ഞാൻ കുറച്ചാണ് ഇട്ടത്. ബാക്കി നമ്മൾ ഡെക്കറേഷൻ്റെ സമയത്ത് ഉപയോഗിക്കാനാണ്. അപ്പോൾ റൈസൻസ് ആ ഒരു ഇതിലിട്ടില്ല. അപ്പോൾ നമ്മൾ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ സെറ്റാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ബ്രെഡ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിത് ചൂടോടെയും തണുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ നട്ട്സും റൈസൻസും ഒക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചൂടോട് കൂടി ആയാലും നമ്മുടെ ആ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ആ പാലിൽ ഇത് കുതിർന്ന് കിട്ടുമ്പോഴുണ്ടല്ലോ അടിപൊളിയാണ്. പാർട്ടിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്ര റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ലൊരു വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.